ഇത് പാച്ച് ബോക്സ് ആണ്. നമുക്ക് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്ത ബ്ലഡ് സ്പില്ലായ എല്ലാ സാധനങ്ങളും ഇതിനകത്തൂടെ നമുക്ക് അൺസ്റ്റെറൈൽ ഏരിയയിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് യൂസ് ചെയ്ത സാധനങ്ങളൊന്നും സ്റ്റെറൈൽ ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇതുവഴി നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഇത് ക്ലോക്ക് സിസ്റ്റം ആണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ഡ്യൂറിങ് സർജറി ഡ്യൂറേഷൻ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മളത് പ്രസ് ചെയ്ത് സർജറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇതിനകത്ത് ഗ്യാസ് അലാംസ് ഒക്കെ ഉണ്ട്. O2, നൈട്രസ്, എയർ, CO2 ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി അത് ലോ വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ അലാം അടിക്കും ഇവിടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കത് ഓൺ ചെയ്യാനും അതിന് വേണ്ട ഒരുക്കാനും പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ടെമ്പറേച്ചർ കാണാൻ പറ്റും. റൂം ടെമ്പറേച്ചർ നമുക്ക് ചില പേഷ്യൻസിനെ സെറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ചില റിപ്ലേസ്മെന്റ് സർജറിക്കൊക്കെ ടെമ്പറേച്ചറൊക്കെ മിനിമം സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്കിത് AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അലാം വെച്ച് ഈ ഡിസ്പ്ലേ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ റൂം ഹ്യൂമിഡിറ്റി ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. എല്ലാ OTയിലും ഇന്റർകോം കണക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. സർജൻസ് ഇപ്പോൾ OPയിൽ എന്തെങ്കിലും എമർജൻസി വന്നാലൊക്കെ നമുക്ക് അതും കൂടെ സർജൻസിനെ ഏറ്റവും പെട്ടെന്ന് ഒരു ട്രോമ കേസൊക്കെ വന്നാൽ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ നമുക്ക് ഈ ഇന്റർകോം വഴി അതും കൂടെ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കാസർഗോഡ് ഇവിടെയാണെന്ന് തോന്നുന്നു ഈ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്.